RDX തുടരുന്നു. സനീഷ് നേരത്തെ ഇപ്പോൾ ഹാരിസ് ചിറക്കലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഹാരിസ് ചിറക്കലിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ ആ ഘട്ടത്തിൽ അതിനുശേഷം നമ്മൾ ന്യൂസ് മലയാളത്തിൽ വീണ അതിഥിയായി വന്നിരുന്നു വീണ ജോർജ്. ആ ഘട്ടത്തിൽ വീണ ജോർജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ മന്ത്രിയായ ഘട്ടം മുതൽ എന്നെ മാധ്യമങ്ങൾ നിരന്തരം ആക്രമിക്കുന്നു, മാധ്യമങ്ങൾക്ക് എന്നോടൊരു ശത്രുതാപരമായ സമീപനമുണ്ട് എന്ന് പറഞ്ഞു. ഒരു മാധ്യമപ്രവർത്തകനായി ഇരുന്നുകൊണ്ട് എനിക്ക് സനീഷിനെ പോലെ വീണയോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല, ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് എനിക്കറിയുകയില്ല. പക്ഷേ അങ്ങനെ വ്യക്തിപരമായി തന്നെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനം ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള വസ്തുത അതെനിക്ക് തോന്നിയതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ഹാരിസ് ചിറക്കൽ വിഷയത്തിൽ മറ്റു പല നേതാക്കന്മാരുടെയും പ്രതികരണങ്ങളെക്കാൾ പക്വതയോടെയുള്ള പ്രതികരണമായിരുന്നു മിനിസ്റ്ററുടേത്, വീണ ജോർജിൻ്റേത്. പക്ഷേ അതിനുശേഷമാണ് ആ വിഷയത്തിൽ പിന്നീട് സാഹചര്യങ്ങൾ മാറുന്നത്. ആ വിഷയത്തിൽ എന്താണ് ഈ ഡോക്ടർ പറഞ്ഞത് വസ്തുതാപരമാണ് എന്ന സമീപനം തന്നെയാണല്ലോ ആ കാര്യത്തിൽ മിനിസ്റ്ററും സ്വീകരിക്കുന്നത്. മാത്രമല്ല, ആ ഡോക്ടർ നല്ല ഡോക്ടറാണ്. ഇത് ഈ രീതിയിൽ, എന്നാൽ ഇത് എല്ലാ സ്ഥലത്തും എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നതിനെ വിശദീകരിച്ച് തീർത്തു. പക്ഷേ ഈ വിഷയത്തിലേക്ക് വന്നപ്പോൾ നേരെ തിരിഞ്ഞുപോയി. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇതിനെ ഇത്രയും വലിയ കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിച്ചത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനും ഈ പറയുന്ന നമ്മുടെ സൂപ്രണ്ട് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കൊടുത്ത വിവരമാണ് എന്നത്. ഞാൻ മനസ്സിലാക്കുന്ന വീണ ജോർജ് ഈ മന്ത്രിയായതിനു ശേഷം എല്ലായിടത്തെയും ഈ തലപ്പത്തുള്ള ആളുകളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനുള്ള ഒരു മന്ത്രിയാണ് അവർ. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ വർഷം പറഞ്ഞതുപോലെ അതിനകത്ത് ആളില്ല, അത് തകർന്നു വീണു, ആരുമില്ലാന്ന് സൂപ്രണ്ട് പറയുകയും കൂടി ചെയ്തപ്പോഴായിരിക്കും പറഞ്ഞത്. പക്ഷേ അവിടെ അവർ ഈ വിഷയത്തിൽ അവരെ വിമർശിക്കേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് വീണ ജോർജ് എന്തോ ഭയങ്കര കുഴപ്പം പിടിച്ചൊരു മന്ത്രിയാണെന്ന് വിചാരിക്കുന്ന ആളെയല്ല ഞാൻ. എന്ന് മാത്രമല്ല, വളരെ കഠിനാധ്വാനിയായിട്ടുള്ളൊരു മന്ത്രിയാണ്. ആ കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. അവർ വളരെയേറെ എല്ലായിടത്തും എത്തിയിട്ട് അവരുടെ കാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവർ എങ്ങനെയാണോ നമ്മൾ KK ശൈലജ ഈ ആദ്യ സർക്കാരായതുകൊണ്ട് അതിൻ്റെ ഫ്രഷ്നെസ്സോടെ വന്നതാണ്. കോവിഡ് അവരുടെ കാലത്തായിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ ഇടപെട്ടത് കൊണ്ട് KK ശൈലജ പിന്നെ മുതിർന്ന നേതാവായിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ട്. വീണ ജോർജ് പക്ഷേ രണ്ടാം സർക്കാരിൻ്റെ കാലത്താണ് വരുന്നത്. പതുക്കെ പൊതുസമൂഹമാകെ വിമർശിക്കുകയും പ്രതിപക്ഷം ഒന്നുകൂടെ ശക്തമായിട്ട് വിമർശിക്കാനൊക്കെ സർക്കാരിനെ തുടങ്ങിയ കാലത്താണ് അവരുടെ ഈ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളിലേക്ക് വന്നാൽ മാധ്യമങ്ങൾക്ക് എല്ലാ കാലത്തും മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജും മത്സരിക്കാൻ പോയപ്പോൾ തന്നെ ഈ പറയുന്ന CPM വിരുദ്ധമായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുണ്ടാവുമല്ലോ, എല്ലാ രാഷ്ട്രീയമുള്ള ആളുകളും മാധ്യമപ്രവർത്തകർക്ക് ഇടയിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ അവരോടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ കാലത്ത് വല്ല ഇടതുപക്ഷ ചായ്വ് കാണിച്ച ആളല്ല, എന്ന് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാധ്യമപ്രവർത്തകർ എന്നതിലേക്ക് മാറിയിട്ട് പെട്ടെന്ന് മത്സരിക്കാൻ പോകണം. അപ്പം തന്നെ അവരെ എതിർത്തു. മത്സരിച്ചാൽ തോറ്റു പോകുന്ന അവർ കുറേ ആളുകൾ അവരുടെ എതിർ രാഷ്ട്രീയത്തിൽ വിചാരിക്കുന്ന ആളുകൾ കരുതിയിട്ടുണ്ടാവണം. പക്ഷേ ഇവർ വീണ്ടും ജയിച്ചു. അവർ മന്ത്രിയുമായി, ആരോഗ്യമന്ത്രിയായി. അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ മാധ്യമപ്രവർത്തകരിൽ വീണ ജോർജിനോട് വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും വീണ ജോർജിൻ്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള രാഷ്ട്രീയമുള്ള ആൾക്കും സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു. അത് പക്ഷേ ഫോക്കസ്ഡ് ആയിട്ട് വീണയെയും ആരോഗ്യവകുപ്പിനെയും ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് അവർ അത് ഞാൻ തുടർന്ന് സംഭവിച്ച ഒരു പ്രശ്നം അല്ല, അത് ഞാൻ പറയാം, ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. അതായത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിരന്തരമായിട്ട് പിന്നാലെ വന്നിട്ട് ഇത് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടായി. അത് വിമർശം വരും. ഇത് വിമർശം വരാതിരിക്കില്ല. രാഷ്ട്രീയ പ്രവർത്തന നേതാവായിരിക്കുക, മന്ത്രിയായിരിക്കുക എന്ന് വെച്ചാൽ വിമർശങ്ങൾ എല്ലാ ദിവസവും പലതവണയായിട്ട് ഏറ്റുവാങ്ങുക തന്നെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വന്നു. പക്ഷേ അതിനകത്ത് അവർക്കുള്ള ഒബ്സഷൻ പോലെ വീണക്ക് ഒരു ഘട്ടത്തിൽ, ഇന്ന് ഞാനിപ്പോൾ വിമർശനാത്മകമായിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്, വീണക്ക് അവരെ വിമർശിക്കുന്ന ഒരു ഒബ്സഷൻ വന്നോ എന്ന സംശയമുണ്ട്. ആ ഒബ്സഷൻ വന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം വന്നപ്പോഴും അവർ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പോകും. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നതും. അത് തന്നെയായിരുന്നു. എപ്പോഴും ഇതിന് ഓരോ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അതിനോട് നിരന്തരം ഇങ്ങനെ പ്രതിരോധിച്ച് ഇത് ഒന്ന് ഈ മാധ്യമങ്ങൾ എന്തോ ആക്രമിക്കാൻ വരുന്നു, അതിനോട് ആദ്യം പ്രതികരിച്ചതിന് ശേഷം പ്രതിരോധിച്ചതിന് ശേഷം വിഷയത്തിലേക്ക് കടക്കാമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടായി, ആ ഒരു ചിന്തയുണ്ടായി. അതുകൊണ്ടാണ് പറ്റിയത്. പിന്നെ ഇതിനകത്ത് VN വാസവൻ വളരെ മുതിർന്ന നേതാവാണ്. അവിടെ കോട്ടയത്തൊക്കെ കാര്യങ്ങളെ പരിഹരിച്ച് കൊണ്ടുപോകാനൊക്കെ നല്ല ശേഷിയുള്ള രണ്ടാമത്തെ വാർത്താ സമ്മേളനം നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണുമ്പോൾ അതിനകത്ത് അത് വളരെ ഗൗരവത്തോടെയും സീരിയസ് ആയിട്ടാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത് തോന്നുന്നു. അതിനകത്ത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ. അതായത് ഞാൻ പറയുന്നത്, നമ്മളൊരു സംഭവം നടന്നിട്ട് അത്ര സമയമേ ആയിട്ടുള്ളൂ. അതായത് അങ്ങേയറ്റം അപ്രതീക്ഷിതവും ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സയ്ക്ക് വരുന്ന മനുഷ്യരുണ്ടല്ലോ, സാധാരണ മനുഷ്യരല്ലേ. ഇപ്പം നമ്മൾ കണ്ടില്ല, ബിന്ദു ആ കുടുംബത്തിൻ്റെ ആകെ ഒരു ആലംബമാണ്. അവർ മരിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്. നടക്കുന്നുണ്ട് കേട്ടോ, അത് യൂത്ത് കോൺഗ്രസിൻ്റെ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. Chile.
ഷീന ചേരുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങളുമായി. ഷീന, ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണോ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലല്ല, ഇത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. എറണാകുളം DCC ഓഫീസിന് മുന്നിൽ നിന്നാണ് പ്രതിഷേധം ആരംഭിച്ചത്. പ്രതിഷേധം പന്തം കൊളുത്തിയാണ് ഇവർ പ്രതിഷേധം അവിടെ നിന്നും ആരംഭിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിലൊരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MG റോഡ് ജംഗ്ഷൻ വഴിയാണ് പ്രതിഷേധം കടന്നു പോയത്. അപകടത്തിന് ശേഷം തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദുവിനെ ഈ അപകടം നടന്ന ശേഷം ചികിത്സിക്കാൻ വൈകി, അല്ലെങ്കിൽ കണ്ടെത്താൻ വൈകി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിഷയവും എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രി വിഷയവും ഒക്കെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയത്. നിലവിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. അവസാനമായി മന്ത്രി വീണ ജോർജിൻ്റെ കോലം കത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധം നിലവിൽ അവസാനിപ്പിച്ചിട്ടുള്ളത്. MG റോഡ് ജംഗ്ഷൻ മുതൽ ആണ് ഈ കൊച്ചി നഗരത്തിലാണ് 1 മണിക്കൂർ നീണ്ടുനിന്ന പ്രതിഷേധം നടന്നത്. ഹർഷൻ, പ്രതിഷേധം ഇപ്പോഴും അവിടെ നടക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടന്ന പ്രതിഷേധ പരിപാടിയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഷീന നൽകിയത്. നമുക്ക് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ചെറിയ ഇടവേളയിലേക്ക് പോയതിനു ശേഷം വളരെ പെട്ടെന്ന് വരാം.